സോ ഹായ് ഓൾ. അപ്പം നമ്മൾ വാക്സിനേഷനെ പറ്റി പറയാനാണ് ഞാനിന്ന് വന്നിരിക്കുന്നത്. നമ്മുടെ ന്യൂ ബോണിൻ്റെ ഫസ്റ്റ് വാക്സിനേഷൻ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ 45-ാമത്തെ ദിവസമാണ് ബേബി ജനിച്ച് 45-ാമത്തെ ദിവസമാണ് ആദ്യത്തെ വാക്സിനേഷൻ വരുന്നത്. നമ്മുടെ ഗവൺമെൻറ് എല്ലാ ഗവൺമെൻറ് ഹോസ്പിറ്റൽസിലും ഫ്രീ ആയിട്ട് റുട്ടീൻ ഇമ്മ്യൂണൈസേഷൻ്റെ ഭാഗമായിട്ട് 45-ാം ദിവസത്തെ വാക്സിനേഷൻസ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നുണ്ട്. എല്ലാ വെനസ്ഡേയ്സിലുമാണ് നിങ്ങളുടെ നിയർ ബൈ PHC അല്ലെങ്കിൽ CHC ഏറ്റവും അടുത്തുള്ള ഗവൺമെൻറ് ആശുപത്രിയിൽ എല്ലാ ബുധനാഴ്ചകളിലും ആയിരിക്കും ഈ വാക്സിനേഷൻ വരുന്നത്. നിങ്ങളുടെ അതാത് സ്ഥലത്തെ വാക്സിനേഷൻ്റെ സമയത്തെപ്പറ്റി കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് അറിയാൻ നിങ്ങളുടെ ആശാ വർക്കറെയാണ് സമീപിക്കേണ്ടത്. അപ്പോൾ എല്ലാ വെനസ്ഡേയും യൂഷ്വലി കാണാറുണ്ട്. രാവിലെ ഒരു 10 മണി തൊട്ട് ഉച്ചവരെയാണ് വാക്സിനേഷൻ ഉണ്ടാവാറുള്ളത്. ഇത് തികച്ചും സൗജന്യമാണ്. ഇമ്മ്യൂണൈസേഷനെ ഇമ്പോർട്ടൻസ് കൂട്ടാനായിട്ടും ഒരു കുട്ടികൾക്കും വാക്സിനേഷൻ നഷ്ടപ്പെടാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഫ്രീ ആയിട്ട് നമ്മുടെ സർക്കാർ എല്ലാ ബേബീസിനും വാക്സിനേഷൻ പ്രൊവൈഡ് ചെയ്തിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി, എല്ലാ വെനസ്ഡേയ്സിലും നമ്മുടെ നിയർ ബൈ CHC PHCന് നമ്മുടെ ബേബിക്ക് വേണ്ടിയുള്ള 45th ഡേയിലെ വാക്സിനേഷൻ നമുക്ക് അവൈലബിൾ ആണ്. അതും തികച്ചും ഫ്രീ ആയിട്ട്. ഇനി സപ്പോസ് ബേബിക്ക് ഇപ്പോൾ വെനസ്ഡേ 45 ഡേ കഴിഞ്ഞു പോയി, അങ്ങനെയാണെങ്കിൽ അതായത് ഇപ്പം ഈ വെനസ്ഡേ കുഞ്ഞിന് 44 ദിവസമേ ആകുന്നുള്ളൂ, അങ്ങനെ കറക്റ്റ് 45 ഡേയ്സ് ആവുന്നില്ല, അങ്ങനെയാണെങ്കിൽ എന്താ ചെയ്യുക എന്നുള്ളതിൽ 45 ദിവസം കഴിഞ്ഞ് വരുന്ന അടുത്ത വെനസ്ഡേ 45 ദിവസം കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും നമുക്ക് ഇതെടുക്കാം. ഒത്തിരി ലേറ്റ് ആവരുത്, ആസ് ഏർലി ആസ് പോസിബിൾ. അപ്പം നിയർ ബൈ വെനസ്ഡേ എന്നാണോ അന്ന് നമുക്ക് വാക്സിനേഷൻ എടുക്കാം. ഇനി 45-ാമത്തെ ദിവസത്തിൽ ഏതൊക്കെ വാക്സിനാണ് എടുക്കേണ്ടതെന്നാണ്. 5 വാക്സിനാണ് 45-ാമത്തെ ദിവസം നമുക്കുള്ളത്. 2 ഓറലും ബാക്കി 3 ഇഞ്ചക്ഷനാണ്. 2 വായിൽ കൂടെ കൊടുക്കുന്നതാണ്. അപ്പോൾ ഏതൊക്കെയാണ് വായിൽ കൂടെ കൊടുക്കുന്നതെന്ന് വെച്ചാൽ OPV, ഓറൽ പോളിയോ വാക്സിൻ, പോളിയോയുടെ വായിൽ കൂടെ കൊടുക്കുന്ന തുള്ളിമരുന്ന്. പിന്നെ റോട്ടാ വൈറസ് വാക്സിൻ, അതും വായിൽ കൂടെയാണ്. അത് വയറിളക്കം തടയാനായിട്ടുള്ള, ഇന്ന് കുട്ടികളിൽ വയറിളക്കം ഉണ്ടാക്കുന്ന വൈറസുകളിൽ ഏറ്റവും മുൻപന്തിൽ നിൽക്കുന്നതാണ് റോട്ടാ വൈറസ്. അപ്പോൾ അതിനെ ചെറുക്കാനുള്ളതാണ് റോട്ടാ വൈറസ് വാക്സിൻ. അപ്പം പോളിയോ വാക്സിനും റോട്ടാ വൈറസ് വാക്സിനുമാണ് 45-ാം ദിവസത്തിൽ വായിലൂടെ നൽകുന്ന 2 വാക്സിനുകൾ. പിന്നെ ഉള്ളത് 3 വാക്സിനുകളാണ്. ഒന്നെന്ന് പറയുന്നത് പെൻഡാവാലൻ്റ് വാക്സിൻ, പിന്നെ PCV വാക്സിൻ, പിന്നെ IPV വാക്സിൻ. പെൻഡാവാലൻ്റ് എന്ന് പറയുന്നത് 5 രോഗങ്ങൾക്കെതിരായിട്ടാണ്. അതിൻ്റെ അകത്ത് 5 രോഗഘടകങ്ങൾ വരുന്നുണ്ട്. ഏതൊക്കെയാണെന്ന് വെച്ചാൽ DPT എന്ന് പറയുന്നത് ഡിഫ്തീരിയ, പെർട്ടൂസിസ്, ടെറ്റനസ്, പിന്നെ ഹീമോഫിലസ് ഇൻഫ്ലുവൻസ, ഹെപ്പറ്റൈറ്റിസ് B. ഇങ്ങനെ 5 അസുഖങ്ങൾക്കെതിരെയുള്ളതാണ് പെൻഡാവാലൻ്റ് വാക്സിൻ എന്ന് പറയുന്നത്. പിന്നുള്ളത് IPV ആണ്. PCV എന്ന് പറയുന്നത് ന്യൂമോകോക്കൽ വാക്സിനാണ്. ഇതിപ്പോൾ പുതിയതായിട്ട് വന്ന വാക്സിനാണ്. ആ വാക്സിൻ നമ്മുടെ ന്യൂമോണിയയിൽ നിന്ന് നമ്മളെ ചെറുക്കുന്ന വാക്സിനാണ് ന്യൂമോകോക്കൽ വാക്സിൻ. പിന്നുള്ളത് IPV വാക്സിൻ, അതും പോളിയോ വാക്സിൻ തന്നെയാണ്. അപ്പോൾ മൊത്തം 5 വാക്സിനുകളാണ്. 3 ഇഞ്ചക്ഷൻസും 2 ഓറൽ വാക്സിൻസും. തീർച്ചയായും നമ്മളിത് എടുത്തിരിക്കണം കുഞ്ഞുങ്ങൾക്ക്. അപ്പോൾ ഈ 5 വാക്സിനാണ്. ഇനി നമ്മൾ പറയാൻ പോകുന്നത് വാക്സിൻ എടുത്തിട്ട് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. വാക്സിൻ എടുത്തു കഴിഞ്ഞാൽ കുഞ്ഞുങ്ങൾക്ക് പനി വരാനുള്ള സാധ്യത ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് 2 ദിവസത്തേക്ക് എന്തായാലും നമ്മൾ പാരസെറ്റമോൾ മരുന്ന് കൊടുക്കുക. അത് നമുക്ക് ഹെൽത്ത് സെൻറ്ററിൽ നിന്ന് തരും. അതിൻ്റെ ഡോസൊക്കെ അവർ പറഞ്ഞു തരും. 6 മണിക്കൂർ ഇടവിട്ട് നമ്മൾ കൊടുക്കുക. ആദ്യത്തെ ദിവസം എന്തായാലും കൊടുക്കേണ്ടി വരും. നല്ല ബുദ്ധിമുട്ടുണ്ടാകും കുട്ടികൾക്ക്, കാലിൽ നല്ല വേദന ഉണ്ടാകും. നമുക്കറിയാം, ഒരു TT എടുത്താൽ തന്നെ കയ്യിൽ നമുക്ക് 2 ദിവസം നല്ല കഴപ്പുണ്ടാവും. അപ്പം കാലിൽ കുട്ടിക്ക് നല്ല ഇൻട്രാമസ്കുലർ ഇഞ്ചക്ഷനാണ്, അപ്പം നല്ല കഴപ്പുണ്ടാവും, പനിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പാരസെറ്റമോൾ പനിയും വേദനയും കുറയ്ക്കും. അപ്പോൾ ഒരു ദിവസം അല്ലെങ്കിൽ 2 ദിവസം പാരസെറ്റമോൾ മരുന്ന് കൊടുക്കുക. പിന്നെ 2 ദിവസത്തേക്ക് കുട്ടിയെ നമ്മൾ കുളിപ്പിക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. തിളപ്പിച്ചാറ്റിയ വെള്ളത്തിൽ തുടച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. പിന്നെ നമ്മൾ പാരസെറ്റമോൾ മരുന്ന് കൊടുക്കാതെ പനി കൂടിയാൽ ജന്നി വരെ വരാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് എന്തായാലും നമ്മളത് ശ്രദ്ധിക്കുക. പിന്നെ കുട്ടിയുടെ ഇഞ്ചക്ഷൻ എടുത്ത ഭാഗത്ത് എന്തെങ്കിലും തടിപ്പോ ചൊറിച്ചിലോ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ട് കാണുകയോ, കുട്ടി ഭയങ്കര കരച്ചിൽ, നിർത്താത്ത കരച്ചിൽ, പാല് വലിച്ചു കുടിക്കുന്നില്ല, അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ തീർച്ചയായും നമ്മൾ കുട്ടീനെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുക. ഡോക്ടറെ കാണിക്കുക, നിയർ പീഡിയാട്രീഷ്യനെ കാണിക്കുക. പിന്നെ ആ വാക്സിൻ എടുത്ത സ്ഥലത്ത് ചൂട് വയ്ക്കുകയോ അങ്ങനെയൊന്നും നമ്മൾ ചെയ്യാൻ പാടില്ല. ചിലപ്പം നമ്മുടെ വീട്ടിലൊക്കെ ഉള്ളവർ പറയും അവിടെ ചൂട് വയ്ക്കാനൊക്കെ. ചിലപ്പോൾ ചൂട് വയ്ക്കരുതെന്ന് പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ, ചൂട് വയ്ക്കുമ്പോൾ അവിടെ കല്ലിക്കാനും അവിടെ ആബ്സസ്, അവിടെ ഇൻഫെക്ഷൻ ഉണ്ടാകാനും ഒക്കെ ഉള്ള സാധ്യതയുണ്ട്. അങ്ങനെയുള്ള കേസസ് വാർഡിൽ ഞാൻ വരുന്ന കണ്ടിട്ടുണ്ട്, OPയിലൊക്കെ. പിന്നെ കീറുണ്ടാവുന്ന
അവസ്ഥയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അങ്ങനെ ഒന്നും ചെയ്യാൻ പാടില്ല, അവിടെ വേറെ ഒന്നും ചെയ്യാൻ പാടില്ല. 2 ദിവസം കുഞ്ഞ് നല്ലോണം ഫീഡ് ചെയ്യുക. കുറച്ച് വാശിയൊക്കെ ഉണ്ടോ നമ്മൾ സമാധാനിപ്പിക്കുക, നല്ലോണം ഫീഡ് ചെയ്യുക, പാരസെറ്റമോൾ കൊടുക്കുക, കുളിപ്പിക്കേണ്ട, തുടച്ചെടുക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ എന്തായാലും 45-ാമത്തെ ദിവസത്തെ വാക്സിൻ നിങ്ങൾ ആരും മിസ്സാക്കരുത്. തീർച്ചയായും നിങ്ങളുടെ കുട്ടികൾക്ക് നിങ്ങൾ വാക്സിനേഷൻ കൊടുക്കേണ്ടതാണ്. ഓക്കെ, താങ്ക് യു.